ട്രെയിനറും വളരെ ഉപകാരപ്രദമായ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് വളരെ ആവശ്യവും അത്യാവശ്യവുമായ സുപ്രധാനമായ ഉപദേശങ്ങൾ നൽകി നമുക്കൊരു വൈജ്ഞാനിക വിദ്യാഭ്യാസ വിരുന്നൊരുക്കി. അള്ളാഹു അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ രണ്ടാമത്തെ സെഷൻ. നമുക്കറിയാം, സഹിച്ചു നിൽക്കാൻ കഴിയുന്നതിനുപരി ഉഷ്ണം അതിൻ്റെ മൂർധന്യ ദശയിൽ എത്തിയിരിക്കുകയാണ്. 40% മുകളിൽ 46% വരെയാണ് ഇപ്പോൾ സെൽഷ്യസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ താമസം വിന നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കണം. അപ്പൊ ഇവിടെ ഞാനൊരു പ്രഭാഷണമോ പ്രസംഗമോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഒന്ന് സലാം പറഞ്ഞ് പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എന്ത് കർമ്മങ്ങളും പ്രവർത്തനങ്ങളും കൂടുതലുകളും പെരിയലുകളും ഒക്കെ അതിൻ്റെ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ, അത് സഫലമാകണമെങ്കിൽ, ഫലമുള്ളതായി തീരണമെങ്കിൽ, അത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ രാജാതിരാജനായ റബ്ബിന്റെ റിള ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. നമുക്കറിയാം, ഈ ഒരു സംഗമം ഈ രീതിയിലായി തീരുവാൻ വേണ്ടി നമ്മളെ പോലുള്ള പല ആളുകൾക്കും ഇപ്പോൾ ഈ സമയത്ത് സ്റ്റേജിൽ വന്ന് മൈക്കിന് മുമ്പിൽ 2 വാക്ക് പറഞ്ഞാൽ മതി. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, അതിന് ചെറിയ കല്യാണമാവട്ടെ, ഒരു കല്യാണ നിശ്ചയമാവട്ടെ, ഒരു സൽക്കാരമാവട്ടെ, കുടുംബസംഗമമാവട്ടെ, ഇതൊക്കെ ഈ രീതിയിൽ ഒരുമിച്ച് കൂടി ഈ മുന്നിലിരിക്കുന്ന ഈ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി വരുത്താനുള്ള അണിയറക്ക് പിന്നിലെ പ്രവർത്തനങ്ങൾക്ക് മാസങ്ങളുടെ അധ്വാനങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ച, ആരോഗ്യം ചെലവഴിച്ച, ഊർജം ചെലവഴിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്കറിയാം, വേദിയിൽ ഇരിക്കുന്നവർക്കല്ല അധ്വാനം, വേദി നിർമ്മിക്കുന്നവർക്കാണ് അധ്വാനം. തിരശീലക്ക് പുറത്താണ് കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരിക. പ്രത്യേകിച്ച് പിന്നെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും നമ്മുടെ ഷഫീർ ഹുദവി പോലുള്ള ആളുകളൊക്കെ ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ അധ്വാനങ്ങളൊക്കെ അതിൻ്റെ ഒരു ലക്ഷ്യം വേണമെങ്കിൽ അതിന് നമുക്ക് ഉണ്ടായിത്തീരേണ്ടത് നീയത്താണ്, ഏറ്റവും നല്ല ഉദ്ദേശശുദ്ധി. അപ്പൊ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ ഒരുമിച്ച് കൂടി പിരിയുന്നതിന് മുന്നേ ഏതെങ്കിലും രീതിയിലുള്ള ഉദ്ദേശത്തിൽ എന്തെങ്കിലും കളങ്കമുണ്ടെങ്കിൽ ആ ഉദ്ദേശം നമ്മൾ പൂർണ്ണമായും മാറ്റി റബ്ബിന്റെ തൃപ്തിയിലായി പരസ്പരം കണ്ടുമുട്ടുക, കുടുംബബന്ധം ചേർക്കുക, അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടുക എന്നൊരു ഉദ്ദേശം, അതെല്ലാവരും ആ നീയത്തിലേക്ക് തന്നെ മാറുക. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഫലം കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളൊക്കെ നടക്കാനുണ്ട്. അപ്പോ ഈ സംഗമത്തിന് വന്ന് പ്രധാനമായിട്ടൊരു സെഷനാണ് ഇന്ന് നടന്നത്. ആ സെഷനിൽ സംസാരിക്കപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ഉദാഹരണമായിട്ട് ഒരറിവ്, ആ അറിവ് അറബിയിൽ അതിന് ഇൽമ് എന്ന് പറയും. ഇൽമ് എന്ന് പറഞ്ഞാൽ ആ ഇൽമിന്റെ അതേ എണ്ണമാണ് അമല്. എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം നമ്മൾ 786 എന്ന് എഴുതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ 786 എഴുതും. അതിന് നമ്മൾ പറയാം ആ അബ്ജദ് കണക്ക് എന്ന് പറയും. അതായത് ബിസ്മിയിലെ ബാദ് എന്ന് പറയുന്നത് 2ആണ്. അങ്ങനെ ഓരോ അക്ഷരത്തിനും അറബിയിലെ കണക്കുണ്ട്. 66, 92 എന്നിട്ടാൽ 66 അള്ളാഹു, 92 മുഹമ്മദ്. നമ്മൾ വണ്ടി നമ്പറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പല ആളുകളും വിളിച്ചു ചോദിക്കും, ഏതാണ് ഉസ്താദെ നല്ല നമ്പർ? അപ്പോ 756 കിട്ടാൻ നല്ല പൈസ കൊടുക്കും. അപ്പൊ 66, 92 അപ്പൊ അള്ളാഹു മുഹമ്മദ്, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ
അഭിജത്ത് കണക്കെടുത്താലും അമല് എന്നതിന്റെ അഭിജത്ത് കണക്കെടുത്താലും ഒരെണ്ണ കിട്ടുക. കാരണം ഐനും ലാമും ബീമുമാണ്. അതാ ലാമ് അങ്ങോട്ട് മാറ്റി ബീം ഇങ്ങോട്ട് ഇട്ടാൽ ഇൽമ് തന്നെയാണ് അമല് തന്നെയാണ് ഇൽമ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമല് ചെയ്യപ്പെടാത്ത അറിവും അറിവില്ലാത്ത അമലും രണ്ടും നിഷ്ഫലമാണ്. ഇൽമില്ലാത്ത അമലും അമലില്ലാത്ത ഇൽമും നിഷ്ഫലമാണ്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു അറിവാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുക, നമ്മൾ പഠിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അപ്പൊ സുലൈമാൻ സാഹിബ് എടുത്ത ക്ലാസ്സിലെ വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് ഈ വലിയ മഹാസംഗമത്തിന് വേണ്ടി യത്നിച്ച യത്നങ്ങൾ അധികവും ഉപകാരപ്രദമായി തീരുക. അങ്ങനെ ഉപകാരമുള്ള ഒരു സംഗമമായി അല്ലാഹു ഈ പാലത്തിന് കുടുംബ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സന്തോഷം പങ്കിടുന്ന ഒരു രംഗമാണത് അല്ലെ. വളരെ സന്തോഷവും ആനന്ദ നിർഭരവും സന്തോഷപൂർവകവുമായ ഒരു സുന്ദര മുഹൂർത്തമാണിത്. ഈ മുഹൂർത്തത്തിൽ വളരെ വളരെ ഗൗരവത്തോടുകൂടി വളരെ താക്കീതായിട്ടുണ്ട് ഓർമ്മപ്പെടുത്താറുള്ളത്. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, ഇന്നാ അർസൽനാക, അങ്ങേ നാം സമൂഹത്തിലേക്ക് നിയോഗിച്ചു, മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ട്. അല്ലാഹുവിനെ നിർത്തിയില്ല, ഉടൻ തന്നെ നദീറ, താക്കീതുകാരനായിട്ട്. വീണ്ടും നിർത്തിയില്ല, വദാഇയൻ ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്നവനായിട്ട്. ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം. കാരണം 39 കൊല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു, ഒരാളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ അനുവാദം കിട്ടിയില്ല. 40ാമത്തെ കൊല്ലം നുബുവത്ത് കിട്ടി, പ്രബോധനം തുടങ്ങി. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കായിട്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്തോഷവാർത്തയോടുകൂടെ എവിടേക്ക് ഖുർആൻ സന്തോഷം പറഞ്ഞിട്ടോ അവിടെയൊക്കെ താക്കീദിനെ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തോടുകൂടെ താക്കീതുകാരൻ എന്ന് പ്രയോഗിച്ചു. എവിടെയൊക്കെ നരകത്തെ പറഞ്ഞോ അവിടെയൊക്കെ സ്വർഗത്തെ പറഞ്ഞു. എവിടെയൊക്കെ രക്ഷയെ പറഞ്ഞോ അവിടെയൊക്കെ ശിക്ഷയെ പറഞ്ഞു. എവിടെയൊക്കെ പ്രയാസത്തെ പറഞ്ഞോ അവിടെയൊക്കെ എളുപ്പത്തെ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്തോഷം പങ്കിടുന്ന ഈ ഒരു സമയത്ത് തന്നെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് മരണത്തെ കുറിച്ച് ഒന്ന് ഓർക്കാൻ നമ്മൾ ഈ അവസരം ചെലവിടുക. ആദ്യമായി നമുക്കൊക്കെ അറിയാം, നമ്മുടെ കാരണവന്മാരായ മാതാവ്, പിതാവ്, അതുപോലെ എളാപ്പമാര്, മുത്താപ്പമാര്, ഉപ്പാപ്പമാര്, ഒരുപക്ഷെ ഈ സംഗമത്തിൽ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ ഈ കസേരയിലും ഈ സ്റ്റേജിലും ഇരിക്കുന്നവരെക്കാൾ ഉപരി നമ്മുടെ കൊറ്റങ്ങളിൽ ജുമഅ മസ്ജിദിന്റെ ഖബർസ്ഥാനടക്കം ഒരുപാട് ഖബർസ്ഥാനിന്റെ മണ്ഡലകൾക്കുള്ളിൽ 6 അടി മണ്ണിൽ നമ്മുടെ പിതാമഹന്മാർ കിടന്നുറങ്ങുന്നുണ്ടാകും. അവരുടെ എണ്ണമായിരിക്കും ഒരു സെൻസസ് എടുത്താൽ ദീർഘമായ പാലത്തിക്കൽ കുടുംബം ജന്മം കൊണ്ടതിന് ശേഷം നമ്മളൊന്ന് ഒരു സെൻസസ് കണക്കെടുപ്പ് നടത്തിയാൽ അവരുടെ എണ്ണമായിരിക്കും ഈ ഒരുമിച്ച് കൂടിയാണ് നമ്മുടെ എണ്ണത്തെക്കാൾ കൂടുതലുണ്ടാവുക എന്ന്. രണ്ടാമത്തെ വിഷയം, ഇനി ഒരു സംഗമത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ വേദിയിൽ ഈ പറയുന്ന ഞാനടക്കം കേൾക്കുന്ന നിങ്ങളടക്കം ആരൊക്കെ ഉണ്ടാകില്ല എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ അക്തിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാതി, എല്ലാ രസങ്ങളെയും എല്ലാ സംഗമ അനുഭൂതികളെയും എല്ലാ പരസ്പര ആഹ്ലാദങ്ങളെയും കൊന്നുകളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. ഓർത്തിരിക്കുക എന്നല്ല, മരണത്തെ ഓർക്കൽ ധാരാളമാക്കിക്കൊണ്ടിരിക്കുക, കൂടുതലായി ഓർക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ മരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ജീവിക്കാൻ നമ്മൾ പറയും, ജീവിക്കാൻ പഠിക്കണോ? ജീവിക്കാൻ പഠിക്കപ്പെടാതെ, ജീവിക്കാനല്ല പഠിക്കേണ്ടത്, മരിക്കാനാണ് പഠിക്കുന്നത്. കാരണം അള്ളാഹു ചുണ്ട് കീറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ അന്നവും സൃഷ്ടിപ്പും ഖൽഖും റിസ്കും കിബ്റും സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 3 കാര്യങ്ങൾ. ഒന്നാമത് സൃഷ്ടിപ്പ്, രണ്ടാമത് ഭക്ഷണം നൽകൽ, മൂന്നാമത് അഹങ്കാരം. ഇത് 3ഉം എന്റേത് സ്വന്തമാണ്. അല്ല പറയണം, സൃഷ്ടിക്കുക എന്നുള്ള വിഷയം, അന്നം നൽകുക എന്നുള്ള വിഷയം, അഹങ്കാരം എന്നുള്ള വിഷയം, ഇത് എന്റേതാണ്. ഈ പറയപ്പെട്ട അഹങ്കാരം എന്റെ ശിരോവസ്ത്രമാണ്, എന്റെ
പറയപ്പെട്ട മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ധരിച്ചാൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കുമെന്ന് രാജാതിരാജനായ റബ്ബ് പറയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിക്കാനല്ല പണി, മരിക്കാൻ പഠിക്കാനാണ് പണി. കാരണം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വിശാലമായ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. പക്ഷികളുടെ സംസാരം പഠിപ്പിച്ചു കൊടുത്തു, ഉറുമ്പുകളുടെ സംസാരം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണ്. ഈ കടൽ തീരത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഉറുമ്പ് തന്റെ വായിൽ ഒരു വറ്റുമായി അല്ലെങ്കിൽ ഒരു ധാന്യമണിയുമായി നിൽക്കുന്ന രംഗം കാണാണ്. അങ്ങനെ ആ ഉറുമ്പ് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മത്സ്യം കടന്നു വരികയാണ് സമുദ്രത്തിൽ. ആ മത്സ്യം വന്നുകൊണ്ട് ആ മത്സ്യം വായ പൊളിച്ചപ്പോ ആ ഉറുമ്പ് ആ മത്സ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് ആ മത്സ്യത്തിൽ പോയി ആഴക്കടലിലേക്ക് പോയി. തിരിച്ച് ഒരു മണിക്കൂറിന് ശേഷം ആ മത്സ്യം അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കൊണ്ട് വായ തുറക്കുമ്പോൾ ഉറുമ്പ് പുറത്തേക്ക് വരികയാണ്. ഉറുമ്പിന്റെ വായിൽ ആ ധാന്യമണിയില്ല. ഉറുമ്പിന്റെ ഭാഷ അറിയുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം ആ ഉറുമ്പിനെ അടുത്തേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഉറുമ്പിനോട് ചോദിച്ചു, ഉറുമ്പേ എങ്ങോട്ടാണ് നീ പോയിരുന്നത്? ഉറുമ്പ് പറഞ്ഞു, ആഴക്കടലിന്റെ അടിയിൽ, ആഴിയുടെ അടിയിൽ അല്ലാഹുവിനോട് റിസ്ക് തേടിക്കൊണ്ടിരിക്കുന്ന കണ്ണ് കാണാത്ത ഒരു പുഴു തന്റെ അന്നത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അല്ലാഹു എനിക്ക് വിവരം നൽകി, നീ ഒരു ധാന്യമണിയുമായി നീ കടലിന്റെ തീരത്ത് പോകണം. കടൽ തീരത്ത് നിന്ന് ആ പുഴുവിന്റെ വായയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ റെസ്പോൺസിബിലിറ്റി, ഗതാഗത ഉത്തരവാദിത്തം ഞാൻ ആ മത്സ്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ, അപ്പൊ ഞാൻ ആ മത്സ്യത്തിന്റെ അടുത്തേക്ക് കടൽ തീരത്തേക്ക് ധാന്യമണിയുമായി ചെല്ലുകയും അവിടെ നിന്ന് എന്നെ ഏറ്റിക്കൊണ്ട് മത്സ്യം വായിലാക്കിക്കൊണ്ട് ആ പുഴുവിന്റെ അടുത്ത് ചെല്ലുകയും ആ പാറക്കെട്ടിന്റെ ഉള്ളിലെ കുളക്കുള്ളിൽ ഇരുന്ന് കൊണ്ട് കണ്ടു കാണാത്ത പുഴു ഞാൻ എത്തിയ സമയത്ത് വായ തുറക്കുകയും ആ വായയിലേക്ക് ഞാൻ ധാന്യം ഇട്ട് കൊടുക്കുകയും തിരിച്ചു വരികയും ചെയ്തു എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് അല്ലാഹു റിസ്ക് കൊടുക്കുന്ന രീതിയാണ്, അല്ലാഹു റിസ്ക് നൽകുന്ന ഒരു രീതിയാണ്. രണ്ടാമത് ഇതിനോട് സമാനമായ ഒരു ചരിത്രം മഹാനായ നബി കരീം അഷ്റഫുൽ ഖൽഖ് ശഫീഉൽ വറ ഹബീബുൽ ഹഖ് സയ്യിദുനാ സർവറെ കായിനാത്ത് മുഹമ്മദ് ഇബ്നു അറബി താജ്ദാർ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഹബീബ് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. മഹാനായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുണ്യമാക്കപ്പെട്ട മദീനയുടെ അനുഗ്രഹീതമായ മണ്ണിലൂടെ നടന്നു നീങ്ങുകയാണ്. കൂടെ തന്റെ പുന്നാര ഉപ്പയുടെ സഹോദരി ഉമ്മു സുലൈം എന്ന് പറയുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹദി ഉമ്മു സുലൈം എന്ന് പറയുന്ന മഹദിയെ കുറിച്ച് ചരിത്രം ഓർക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? മഹദിയായ ഉമ്മു സുലൈമിന് അല്ലാഹുവിന്റെ ഹബീബിന് കാണിക്ക വെക്കാൻ, ദക്ഷിണ വെക്കാൻ, ഹദിയ നൽകാൻ, സമർപ്പണം ചെയ്യാൻ, സർവസ്വം നൽകാൻ ഒന്നുമില്ലാതെ ഉമ്മു സുലൈം വിഷമിച്ചിരിക്കുമ്പോൾ അല്ലാഹു തനിക്ക് നൽകിയ ഏക ആൺതരിയാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്നുകൊണ്ട് സ്വന്തം ഉപ്പയുടെ മകൾ ഉമ്മു സുലൈം എന്ന് പറയുന്ന അമ്മായി പറഞ്ഞു, എനിക്കൊന്നും തരാനില്ല, എന്റെ കുട്ടികളെടുത്തോളി എന്ന് പറഞ്ഞുകൊണ്ട് സിനിമത്തിന് വേണ്ടി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സമർപ്പിച്ചു. ഉമ്മു സുലൈം ബീവിന്റെ ഏക ജോലി എന്താ? ഉമ്മു സുലൈം ബീവിന്റെ വീട്ടിൽ ഇടയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് കിടക്കാറുണ്ട്. ആ കിടക്കുന്ന സമയത്ത് അവിടുത്തെ വിയർപ്പിങ്ങനെ തോന്നിയെടുത്ത് കുപ്പിയിലാക്കി വെക്കലാണ് ഉമ്മു സുലൈം ബീവിന്റെ ജോലി. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഖിദ്മത്തിന് നൽകി. 10 വർഷം അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. ആ ഖിദ്മത്തിനെ കുറിച്ച് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. സുദീർഘമായ ഈ 10 വർഷത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഖിദ്മത്തിൽ ഒരു തവണ പോലും ഞാൻ ചെയ്തു പോയ ഒരു പ്രവർത്തനത്തെ കുറിച്ച് അനസെ എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്നോ, ചെയ്യാതെ പോയ ഒരു ചെയ്തിയെ കുറിച്ച് അനസെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നോ എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനിത് പറയാൻ കാരണം അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം ഒന്ന് ചെറിയ രീതിയിൽ സമയപരിമിതി മാനിച്ച് ആ ചരിത്രം പറയുന്നതിന് മുമ്പ് ആരായിരുന്നു മുഹമ്മദ്
എന്ന് മനസ്സിലാക്കാൻ ആ ഒരു ചരിത്രം പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു വഴിയിലൂടെ നടന്നു പോവാണ്, മദീനയുടെ മണ്ണിലൂടെ നടന്നു പോവാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാം, സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ തുല്യമായ ചരിത്രം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരുന്നു കൊണ്ട്, അല്ലേ, നമ്മളെപ്പോഴും പറയും ജിന്ദഗി ഇൻസാൻ കി ഹൈ മാലിക് മുർദെ ഹുസ്നവ, അല്ലേ, ഷാദ് പർ ഖലീദം ചർച്ചഹായ ഉड़ गया. അതായത് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്കുഞ്ഞ് ഒരു വൃക്ഷത്തിന്റെ ചില്ലയിൽ നിന്ന് അല്പം കടകളാരം മുടക്കിക്കൊണ്ട് പറന്നു എന്ന് അതേ സമയമുള്ളൂ. കേവലം മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായപ്പോൾ അല്ലാഹു മൂകിലൂതിക്കൊണ്ട് 5 മാസം കൂടി ഗർഭപാത്രത്തിൽ ഇരുത്തി നിന്റെ ഭൂമിയിലേക്ക് കിടന്നു വീണു. നമ്മളൊക്കെ പറയും, എന്നാ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 20/3/92, 20/3/93, അതാണോ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? ഓരെന്നെ ചിന്തിച്ചാലില്ല. അതിനേക്കാൾ ഒരു 9 മാസം അമ്മാന്റെ ഗർഭപാത്രത്തിലുണ്ട്. അതിന് റൂഹം അതിനെത്രയും മുന്നുണ്ടല്ലോ. ഈ റൂഹ് ഉമ്മന്റെ ഗർഭപാത്രത്തിലേക്ക് ഇപ്പൊ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ വേറെ സ്ഥലത്താണ്, നമ്മളെ വീട്ടിലായി